മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്കും ഇസ്രായേലിയർക്കും അള്ളാഹു സുബ്ഹാനഹു തആലയുടെ വാഗ്ദാനമാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആലയിലേക്ക് അവർ ഒന്നിച്ചാണ് വരേണ്ടത്. പക്ഷേ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം വേഗത്തിൽ വന്നു. അപ്പോൾ അതെന്തുകൊണ്ട്? അതിൽ തഫ്സീറുകൾ കാണാം. ഒരു നേതാവാകുമ്പോൾ മാതൃകയായിരിക്കണം. അപ്പോൾ അള്ളാഹുവിലേക്കുള്ള ആ ഒരു പ്രയാണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെവിടുന്നാണ് പോണത്? എവിടുന്നാണ് വന്നത്? ഈജിപ്തിൽ നിന്ന് വന്നവരാണ്. ഇപ്പോൾ എവിടെയാണ് അവരുള്ളത്? സീനായിലാണുള്ളത്. സീനായിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മരിപ്പറമ്പിലാണ്. അവർക്ക് കാർമുകിലാണ് തണൽ, മേൽക്കൂര. മരിപ്പറമ്പിലാണ് അവർ കഴിയുന്നത്. അവർക്ക് ഭക്ഷിക്കാനുള്ള ഭക്ഷണം മന്നയും സൽവിയൊക്കെ. അപ്പോൾ അവിടെ നിന്ന് ഈ ആളുകൾ ഇനിയും പ്രയാണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ എന്ത് വേണം? മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അവർക്ക് മാതൃകയായി മുന്നേ പോകണം. അപ്പോൾ ആ മാതൃകയ്ക്ക് വേണ്ടിയിട്ടാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം മുന്നിൽ പോയത് എന്ന് ചില തഫ്സീറുകളിൽ. പക്ഷെ ഇവിടെ ഇതിൻ്റെ ലക്ഷ്യം പറഞ്ഞിട്ടുണ്ട് അല്ലേ? ലിതർബ. ഈ അജലത്ത് എന്ത്? ഈ അജലത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനാ നമ്മൾ പറയാം? അജലത്ത് ധൃതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ അജലത്ത് മിന ശൈത്താൻ. ധൃതി ശൈത്താനിൽ നിന്നാണ്. അപ്പോൾ ധൃതി പാടുണ്ടോ? ആ ഒരു ധൃതി കാണിക്കുന്ന പ്രകൃതിയിൽ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടു എന്ന അർത്ഥത്തിൽ. അൽ അജലത്ത് മിന ശൈത്താൻ. അജലത്ത് ശൈത്താനിൽ നിന്നാണ്, ധൃതി ശൈത്താനിൽ നിന്നാണ്. വത്തഅന്നി മിൻ അല്ലാഹ്. തഅന്നി എന്താ? തഅന്നി അവധാനത, സാവകാശം. അത് മിൻ അല്ലാഹ്, അള്ളാഹുവിൽ നിന്നാണ്. അപ്പോൾ എപ്പോഴും അള്ളാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടുന്നത് എന്താണ്? തഅന്നിയാണ്, അവധാനതയാണ്, സാവകാശമാണ്. അപ്പോൾ ഇവിടെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയിൽ നിന്നുണ്ടായത് എന്താ? മാ അജലക്, താങ്കൾ ധൃതി കാണിച്ചു. അതെന്താണ്? അതേപോലെ അജിൽതു, ഞാൻ ധൃതി കാണിച്ചു. അത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ചിടത്തോളം അഭികാമിയാണോ? അതല്ല പിന്നെ അത് മോശമാണോ? അലി തർബ എന്നവിടെ വന്നതുകൊണ്ട് അത് അഭികാമ്യമാണ്. അതാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അത്തുഅദതു ഫി കുല്ലി ഷൈഇൻ. അവധാനത എല്ലാ വിഷയങ്ങളിലും വേണം. ഇല്ലാ ഫി അമലിൽ ആഖിറ. ഇല്ലാ ഫി അമലിൽ ആഖിറ എന്ന് പറഞ്ഞത് ആഖിറത്തിൻ്റെ അമലിൽ വെച്ച്, പരലോകത്തിന് വേണ്ടിയുള്ള അമലുണ്ട്, അതിൽ തുഅദത്ത് പാടില്ല, സാവകാശം പാടില്ല. അതിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിൽ നമ്മൾ വേഗം ധൃതി കാണിക്കണം എന്നാണ്. പരലോകത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ ധൃതി കാണിക്കണം. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പക്ഷേ ദുന്യവി വിഷയത്തിൽ നമുക്ക് എന്ത് വേണം? തിരക്ക് പാടില്ല, അവധാനത വേണം. പക്ഷെ ഇത് നേരെ തിരിച്ചാണ് അല്ലേ? എന്തെങ്കിലും ഒരു ദുനിയാവിൻ്റെ വിഷയമാണെങ്കിൽ അവിടെ തിരക്കാണ്, അതിന് മത്സരമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ എന്നാണ്. വസാരിഉ, എന്താ സാരിഉ എന്ന് പറഞ്ഞാൽ? നിങ്ങൾ വേഗത്തിൽ വരണം. ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, റബ്ബിൻ്റെ മഗ്ഫിറത്തിലേക്ക്, പാപമോചനത്തിലേക്ക്, വജന്നത്തിൻ, സ്വർഗത്തിലേക്ക്. പരലോകത്തിൻ്റെ വിഷയത്തിൽ വേഗത വേണം. അതാണ് വഫീ ദാലിക ഫല്യതനാഫസിൽ മുതനാഫിസൂൻ, മത്സരിക്കാൻ പറഞ്ഞത് അല്ലേ? അതേപോലെ തന്നെ ഫിറു ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ഓടാൻ പറഞ്ഞു. ഫിറു ഇലല്ലാഹ്, ഫഫിറു ഇലല്ലാഹ്, ഫഫിറു ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ഓടാൻ പറഞ്ഞു അല്ലേ? അതില്ലെങ്കിലൊക്കെ ഫംശു ഫി മനാകിബിഹ, ഫംശു ഫി മനാകിബിഹ, ഭൂമിയിലെ വഴികളിൽ നടക്കാനാണ് പറഞ്ഞത്. പിന്നെ വല്ലദി ജഅലകുമുൽ അർദ ദലൂലൻ ഫംശു ഫി മനാകിബിഹ വകുലൂ മിർ റിസ്ഖിഹി. പക്ഷെ ഇന്ന് നമ്മൾ നേരെ തിരിച്ചായി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫംശു ഫി മനാകിബിഹ എന്ന് പറഞ്ഞിട്ട് വകുലൂ മിർ റിസ്ഖിഹി പറഞ്ഞില്ലേ? അതിൽ നമ്മൾ ഓടൽ തുടങ്ങി. മറ്റേതിലൊക്കെ നടക്കലും വേച്ച് ഭാരിച്ച കാൽവെപ്പുകൾ, അതാണ് നമുക്ക് പലപ്പോഴും ഉണ്ടാകുന്നത്. അല്ലാഹുൽ മുസ്തആൻ. ഏതായാലും അജലത്ത്, ധൃതി കാണിക്കുക എന്നുള്ളത് അത് ദുന്യാവിൻ്റെ വിഷയത്തിൽ അത് പാടുള്ളതല്ല, അഭികാമ്യമല്ല. ആഖിറത്തിൻ്റെ വിഷയത്തിൽ അത് അഭികാമ്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത്തുഅദ ഫി കുല്ലി ഷൈഇൻ, എല്ലാ വിഷയത്തിലും അവധാനത വേണം, സാവകാശം വേണം. ഇല്ലാ ഫി അമലിൽ ആഖിറ. അവിടെയും ജിജ്ഞാസയും താല്പര്യവും ഉഷാറും വേണം. പക്ഷേ നിസ്കാരത്തിൻ്റെ ഭക്തിയെയും ഭവ്യതയെയും കെടുത്തുന്ന രീതിയിൽ എന്ത് പാടുള്ളതല്ല, ഓടാൻ പാടില്ല എന്നുള്ളതാണ്. അവിടെ നമ്മൾ നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ അലസന്മാരായി പേരെ കുത്തിറക്കണമെന്ന അർത്ഥത്തിലല്ല. പിന്നെ അവിടെ നമുക്ക് എന്ത് വേണം? അവിടെ നമുക്ക് ഇത് വേണം, താല്പര്യം വേണം, ജിജ്ഞാസ വേണം, നമ്മൾ പോകണം. പക്ഷേ നിസ്കാരത്തിന് കൈ കെട്ടിയിട്ട് പിന്നെ ആ രീതിയിൽ എന്ത് പാടുള്ളതല്ല, ഓടി ചെല്ലാൻ പാടില്ല എന്നുള്ളതാണ്. അതാണ് അവിടുത്തെ വിഷയം. തൈ